പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അഗസ്റ്റീൻ്റെ നൊവേനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഭയുടെ മകാനായ വിശുദ്ധനും വേദപാരംഗതനുമായ വിശുദ്ധ അഗസ്റ്റീൻ്റെ ജീവിതം നമുക്ക് വലിയൊരു പാഠമാണ്. നൊവേനയുടെ 4-ാം ദിവസമായ ഇന്ന് മാനിക്കേയൻ വിശ്വാസത്തിൻ്റെ നിഴലിൽ നിന്ന് സത്യം തേടിയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയെ കൂടുതൽ ആഴത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. വിശുദ്ധ അഗസ്റ്റീൻ തൻ്റെ യൗവനകാലത്ത് മാനിക്കനിസം എന്ന പാഷണ്ഡതയിൽ ആകൃഷ്ടനായി. ഇത് ലോകത്തെ നന്മയുടെയും തിന്മയുടെയും രണ്ട് ശക്തികൾ തമ്മിലുള്ള നിരന്തരമായ പോരാട്ടമായി കണ്ടു. ഈ ചിന്താഗതിയിൽ ഭൗതിക ലോകം തിന്മയുടെ സൃഷ്ടിയായി കരുതപ്പെട്ടു. സത്യത്തെ തേടി അലഞ്ഞ യുവ അഗസ്റ്റീൻ വർഷങ്ങളോളം ഈ വിശ്വാസത്തിൽ മുഴുകിയിരുന്നുവെങ്കിലും പിന്നീട് മാനിക്കൻ വിശ്വാസധാരയുടെ പൊള്ളത്തരങ്ങൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അവരുടെ പഠനങ്ങൾ യുക്തിക്ക് നിരക്കുന്നതല്ലെന്നും ശാസ്ത്രീയമായ കാര്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ലെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇതിനിടയിൽ മിലാനിലെ മെത്രാനായ വിശുദ്ധ അംബ്രോസിൻ്റെ പ്രസംഗങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ക്രിസ്തീയ വിശ്വാസത്തിൽ തിന്മ എന്നത് നന്മയുടെ അഭാവമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ ആത്മീയ യാത്രയിലെ ഒരു വഴിത്തിരിവായിരുന്നു ഈ കാലഘട്ടം. മാനിക്കേയൻ വിശ്വാസം അഗസ്റ്റീൻ്റെ മനസ്സിൽ വലിയ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. തിന്മയുടെ ഉറവിടത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ആധുനിക മനുഷ്യൻ്റെ ആത്മീയ പോരാട്ടങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൽ സംശയങ്ങളുണ്ടാകുമ്പോൾ പോലും ദൈവത്തിലേക്കുള്ള മടക്കയാത്ര സാധ്യമാണെന്ന് അഗസ്റ്റീൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഈ നൊവേനയിൽ തെറ്റായ വഴികളിൽ നിന്ന് വിവേകത്തോടെ സത്യത്തിലേക്ക് തിരിയുവാനും വിശ്വാസത്തിൽ വളരുവാനും നമ്മുടെ ജീവിതത്തിൽ സത്യവും നന്മയും കണ്ടെത്താനും വിശുദ്ധ അഗസ്റ്റീൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. ആമേൻ.